മുസ്ലിം ലീഗ് അവരെ തോൽപ്പിക്കുമെന്നുള്ള പേടി. മുസ്ലിം ലീഗ് വിചാരിച്ചാൽ പോലും അവരെ തോൽപ്പിക്കാൻ സാധ്യതയില്ല. മുസ്ലിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ആദ്യമായിട്ട് മുസ്ലിം ലീഗ് പരാജയത്തിൻ്റെ രുചി അറിയും. പാണക്കാട് നിന്നുള്ള ഫത്വ നടക്കുന്നില്ല എന്ന് മനസ്സിലാവും. അതാണ് ആ സ്ത്രീയുടെ റേഞ്ച്. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇത് ശരിയായെന്ന് വരാം. രാഹുൽ ഗാന്ധി അത്രയ്ക്ക് അക്സെപ്റ്റബിൾ അല്ല ജനങ്ങളിലേക്ക്. ബട്ട് പ്രിയങ്ക ഗാന്ധിക്ക് അക്സെപ്റ്റൻസ് കൂടുതലാണ്. രാഹുൽ ഗാന്ധി ചേട്ടനായതുകൊണ്ടും പുള്ളിയുടെ പിടിവാശി കൊണ്ടും ഒക്കെ പുള്ളി കോൺഗ്രസ്സിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. കോൺഗ്രസ്സുകാർ പോലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് ഭയന്നിട്ട് അവരൊരു പക്ഷേ വിശ്വസിച്ചു കാണും. ഇനി കേരളത്തിൽ മത്സരിച്ചില്ലെങ്കിൽ അവർക്കെന്താ വേറെ മത്സരിക്കാൻ സ്ഥലമില്ലേ? കർണാടകത്തിലില്ലേ? അവരുടെ ഇന്ദിരാഗാന്ധി വന്ന് മത്സരിച്ചത് എവിടെയാണ്? വടക്കേ ഇന്ത്യ മുഴുവൻ തോറ്റു കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അവർ വന്ന് മത്സരിച്ചത് കർണാടകത്തിലെ ചിക്കമംഗ്ലൂരാണ്. സോണിയാഗാന്ധി മത്സരിച്ചത് ബെല്ലാരിയാണ്. കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ടെന്നേ ലോക്സഭയിൽ. അവർ ഒരു തവണ വയനാട് വന്നുപോയി എന്ന് വിചാരിച്ചിട്ട് വയനാടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇതൊക്കെ ആരെ ഈ ബുദ്ധിയൊക്കെ ഇവരുടെ തലയിൽ പറഞ്ഞു കൊടുത്തത്?